പാനൂർ സ്ഫോടനത്തിന്റെ മുഖ്യ ആസൂത്രകൻ ഡിവൈഎഫ്ഐ യൂണിറ്റ് സെക്രട്ടറിയാണെന്ന് പോലീസ്. കുന്നോത്ത് പറമ്പ് യൂണിറ്റ് സെക്രട്ടറി ഷിജാലിനായി തിരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. അതേസമയം തെറ്റ് ചെയ്തവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അതിൽ രാഷ്ട്രീയം കാണേണ്ടതില്ല എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. ഇത് സാധാരണഗതിയിൽ അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. നമ്മുടെ നാട്ടിൽ ബോംബ് നിർമ്മിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നിയമപരമായിട്ടുള്ള നടപടികൾ അതിനെതിരെ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അത് ശക്തമായിട്ട് തന്നെ നടപടികൾ എടുത്തു പോകും. അതിനകത്തൊന്നും രാഷ്ട്രീയമായിട്ട് കാര്യങ്ങൾ കാണേണ്ടതില്ല. തെറ്റാണ് ചെയ്തിട്ടുള്ളത്. ആ തെറ്റ് ചെയ്തവർക്കെതിരെ നടപടികളുണ്ടാവും. ബോംബ് നിർമ്മാണത്തിൽ CPIM-ന് പങ്കില്ലെന്ന് സ്ഫോടനത്തിൽ ഗുരുതര പരിക്കേറ്റ വിനീഷിന്റെ പിതാവ് നാണു 24-നോട് പറഞ്ഞു. അപ്പോൾ സ്ഫോടനമായിട്ട് ഈ പാർട്ടി ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല. അത് അവരുടെ ഇപ്പോഴത്തെ കുറ്റത്തിൽ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ അവരെന്ത് താല്പര്യത്തിൽ അത് അവർക്ക് അറിഞ്ഞു. അതാണ് അവർ ചെയ്തത്. മറ്റേ പാർട്ടിക്ക് വേണ്ടിയിട്ടല്ല, പാർട്ടിയുടെ ജീവിച്ചിട്ടൊന്നുമില്ല. അത് അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ. അത് എന്താണെന്ന് വെച്ചാൽ അവരുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് മാത്രമേ ഇതിനെപ്പറ്റി അറിയാൻ പറ്റും. ഇത്തരം കാര്യങ്ങൾ ഇനി ഒരു കാരണവശാലും ആവർത്തിക്കാൻ പാടില്ല. അതുകൊണ്ട് സമഗ്രമായ അന്വേഷണം നടത്തിയിട്ട് ഈ ആരെല്ലാം പെട്ടത് എല്ലാവരും ചിലത് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം, ശക്തമായ ശിക്ഷ. സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഷെറിന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തത് വിവാദമാക്കേണ്ടതില്ല എന്ന് KP മോഹനൻ MLA 24-നോട് പ്രതികരിച്ചു. അതിൽ യാതൊരു ജാഗ്രത കുറവും ഞാൻ കാണുന്നില്ല. ഞാൻ അവിടെ പോയത് അവരുടെ കുടുംബാംഗങ്ങളെയൊക്കെ തന്നെ സമാധാനിപ്പിക്കാണ്. വളരെയധികം വിഷമിച്ചിട്ടാണ് അവരൊക്കെ ഉള്ളത്. അപ്പൊ ഒന്നത്. രണ്ടാമത് വെച്ചാൽ മരണപ്പെട്ട വീട്ടിലാണ് പോകുന്നത്. എങ്ങനെ മരിച്ചു എന്നത് വേറെ. എങ്ങനെ മരിച്ചാലും എന്തായാലും അതുപോലെ തന്നെ നേതാക്കന്മാരൊന്നും പോകുന്നില്ല എന്ന് അറിഞ്ഞു. അവിടെ എത്തിയപ്പോഴാണ് ഞാൻ ചോദിച്ചത്. പിന്നെ മറ്റുള്ളവരൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു. അവരൊന്നും വരുന്നില്ല, അവരങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞു. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. സജോ, ഈ പാനൂരിലെ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പാർട്ടി സ്വീകരിച്ചിരിക്കുന്ന നിലപാട് പാർട്ടിക്ക് ഒരു തരത്തിലും ബന്ധമില്ല എന്നായിരുന്നു. പക്ഷേ മരിച്ച ആളുടെ വീട്ടിലേക്ക് ആളുകൾ, ബന്ധുക്കളല്ല പാർട്ടിക്കാർ പോയിട്ടുണ്ടെങ്കിൽ അതിൽ തെറ്റ് കാണേണ്ടതില്ല എന്ന് മുഖ്യമന്ത്രി പ്രതികരിക്കുന്നത് കണ്ടും. ഈ കേസിലെ മുഖ്യ ആസൂത്രകൻ പക്ഷേ DYFI യൂണിറ്റ് സെക്രട്ടറിയാണ് എന്നാണല്ലോ പോലീസ് പറയുന്നത്. അപ്പോൾ പാർട്ടിക്ക് ബന്ധമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന, പ്രതിരോധം തീർക്കുന്ന CPM-ന് എത്രത്തോളം ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? എന്താണ് കണ്ണൂരിൽ നിന്ന് കിട്ടുന്ന പുതിയ വിവരങ്ങൾ? ഗോപികൃഷ്ണൻ, ഈ പ്രതികളുടെ രാഷ്ട്രീയം പരിശോധിച്ചാൽ അത് ഇതുവരെയുള്ള CPIM പ്രതിരോധം ഇനി പോരാതെ വരും എന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. അതായത് പാനൂർ ലോക്കൽ കമ്മിറ്റി മുതൽ സംസ്ഥാന നേതൃത്വം വരെ ആദ്യഘട്ടം മുതൽ സ്വീകരിക്കുന്നത് ഈ ബോംബ് നിർമ്മാണത്തിൽ പങ്കാളികളായ ആർക്കും CPM-വുമായി യാതൊരു ബന്ധവുമില്ല എന്ന നിലപാടാണ് ആവർത്തിച്ച് പറഞ്ഞത്. ബോംബ് നിർമ്മിക്കുന്നതിനിടെ കൊല്ലപ്പെട്ട ഷെറിന്റെ വീട് പക്ഷേ പ്രാദേശിക നേതാക്കളും MLA-യും ഒക്കെ സന്ദർശിക്കുന്നത് കണ്ടു. ഇപ്പോൾ ഈ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട ആളുകളുടെ രാഷ്ട്രീയ ബന്ധം, അതായത് DYFI ഭാരവാഹികളോ അംഗങ്ങളോ ഒക്കെ ആയ ആളുകളാണ്. അതായത് CPM ബന്ധം കൂടുതൽ വ്യക്തമാവുകയാണെന്നതാണ്. മുഖ്യ ആസൂത്രകൻ ഒളിവിൽ കഴിയുന്നയാളാണ് ഷിജാൽ കുന്നോത്തുപറമ്പ് സ്വദേശിയാണ്. ഷിജാലാണ് മുഖ്യ ആസൂത്രകൻ എന്നാണ് പോലീസ് പറയുന്നത്. ഈ ഷിജാൽ കുന്നോത്തുപറമ്പ് DYFIയുടെ യൂണിറ്റ് സെക്രട്ടറിയാണ്. ഇതുകൂടാതെ പ്രതിപട്ടികയിലുള്ള മറ്റാളുകളെ കൂടി പരിശോധിച്ചാൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ അമൽ ബാബു DYFIയുടെ മീത്തല കുന്നോത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറിയാണ്. സായൂജ് എന്നയാൾ പാലക്കാട് നിന്ന് അറസ്റ്റിലായ ആളാണ്. സായൂജ് ഈ സംഭവ സ്ഥലത്ത്, ബോംബ് നിർമ്മിക്കുന്ന ഘട്ടത്തിൽ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്ന ആളാണ്. DYFIയുടെ കടുങ്ങാംപൊയിൽ യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറിയാണ് സായൂജ്. ഒപ്പം ഈ കേസിൽ ഇതുവരെ അറസ്റ്റിലായിട്ടില്ല ചികിത്സയിൽ കഴിയുന്ന അശ്വന്ത് CITUവിൻ്റെ കല്ലിക്കണ്ടി ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ്. അങ്ങനെ ഇത്രയധികം ആളുകൾക്ക് ഈ പ്രതിപട്ടികയിൽ ഇതിനകം അറസ്റ്റിലായവരുടെ മാത്രം ഭാരവാഹിത്വങ്ങൾ, പദവികളൊക്കെയാണ്. അതായത് ഈ കാര്യത്തിൽ CPM ഇതിനകം ഉയർത്തിയിട്ടുള്ള പ്രതിരോധങ്ങൾ മതിയാകാതെ വരും. അവരുടെ വർഗ ബഹുജന സംഘടനകളുടെ ഭാഗമായ ആളുകളൊക്കെയാണ് ഇതിനകം അറസ്റ്റിലായിട്ടുള്ളത്. പക്ഷേ അപ്പോഴും ഏതെങ്കിലും തരത്തിൽ ബന്ധമില്ല. വിനീഷും കൊല്ലപ്പെട്ട ഷെറിനും ഒക്കെ മാറ്റി നിർത്തപ്പെട്ടവരാണ്. അവർക്കൊന്നും സംഘടനയുമായി യാതൊരു ബന്ധവുമില്ല എന്ന് ആവർത്തിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അപ്പോഴും ആ വാദങ്ങൾ, അതായത് ഈ പ്രതികളൊക്കെ തന്നെ റെഡ് വാളണ്ടിയർ മാർച്ചിൽ പങ്കെടുക്കുന്നതിൻ്റെ അടക്കം ദൃശ്യങ്ങൾ തെളിവായുണ്ട്. അതായത് സംഘടനയുടെ ഭാഗമായിരുന്ന ആളുകൾ തന്നെയാണ്. ഇനി പക്ഷേ പ്രസക്തമായ ചോദ്യം, ഷിജാലിനെ കൂടി കണ്ടെത്തേണ്ടതുണ്ട്. ഷിജാലിനെ കൂടി കണ്ടെത്താൽ മാത്രമേ ഇതിൻ്റെ ഈ ആസൂത്രണത്തിൻ്റെ വേരുകൾ എവിടെ വരെയാണ് എന്ന് വ്യക്തമാവുകയുള്ളൂ. അതായത് എന്തിനു വേണ്ടിയാണ് ബോംബ് നിർമ്മിച്ചത്, ആരെ ലക്ഷ്യമിട്ടാണ്, എവിടെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് എന്നെല്ലാമുള്ള ചോദ്യങ്ങളുണ്ട്. വലിയൊരു ബോംബ് ശേഖരം തന്നെ ഉണ്ടാക്കുകയായിരുന്നു പ്രതികളുടെ ലക്ഷ്യം. അതിനുവേണ്ടി വിപുലമായ ആസൂത്രണം നടന്നിട്ടുണ്ട്. ഓൺലൈനിലടക്കം സ്ഫോടക വസ്തുക്കൾ അവർ വരുത്തിയിട്ടുണ്ട്. അപ്പം മറ്റു ചില സ്ഥലങ്ങളിൽ
നിന്നും സ്ഫോടക വസ്തുക്കളും മറ്റും സമാഹരിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങൾ കൂടി പരിശോധനാ വിധേയമാക്കേണ്ടതാണ്. ഒപ്പം ഗുരുതരമായി പരിക്കേറ്റ് കോഴിക്കോട് മിംസിൽ ചികിത്സയിൽ കഴിയുന്ന വിനീഷിന്റെ പിതാവ് CPM-ന്റെ ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ്. CPM-ന്റെ വാദങ്ങളാണ് വിനീഷിന്റെ പിതാവ് നാണു ആവർത്തിക്കുന്നത്. അതായത് വിനീഷും സുഹൃത്തുക്കളും ഒറ്റയ്ക്ക് ചേർന്ന് ചെയ്തതാണ്, അതിലേക്ക് പാർട്ടിയെ വലിച്ചിഴക്കേണ്ടതില്ല, പാർട്ടിക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല, തെറ്റായ വഴിയിലാണ് സഞ്ചരിക്കുന്നതെന്ന് മനസ്സിലാക്കുകയും തിരുത്താൻ ശ്രമിക്കുകയും ചെയ്തു. മകനും സുഹൃത്തുക്കളും ചേർന്ന് തന്നെയാണ് ബോംബ് നിർമ്മിച്ചത്, പക്ഷേ അതിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് അറിയില്ല, സമഗ്രമായ അന്വേഷണം നടക്കട്ടെ എന്ന വാദം അദ്ദേഹം പറയുന്നു. അതായത് CPM-ന്റെ വാദം അതേപടി, അദ്ദേഹം CPM അംഗമാണ്, ആ വാദം അതേപടി വിനീഷിന്റെ പിതാവ് ആവർത്തിക്കുന്നു എന്നതേ ഉള്ളൂ. ഒപ്പം ഈ പാനൂർ ഏരിയ കമ്മിറ്റി അംഗം സുധീർ കുമാറും ചെറുവാഞ്ചേരി ലോക്കൽ കമ്മിറ്റി അംഗം അശോകനും ഒക്കെ മരിച്ച ഷെറിന്റെ വീട് സന്ദർശിക്കുകയും കുടുംബാംഗങ്ങളെ കാണുകയും ഒക്കെ ചെയ്തിരുന്നു. അന്ന് തന്നെ സംസ്കാര ചടങ്ങിൽ കൂത്തുപറമ്പ് MLA KP മോഹനൻ, ഇടതുമുന്നണിയുടെ ഘടകകക്ഷി നേതാവ് കൂടിയാണ്, സന്ദർശനം നടത്തിയിരുന്നു. അത് അദ്ദേഹം ഒരു വിശദീകരണം പറയുന്നത്, ഒരു മരണം നടന്ന വീട്ടിൽ പോയി ബന്ധുക്കളെ ആശ്വസിപ്പിക്കുന്നത് ഒരു പൊതുരീതിയാണ്, അതിൽ വിവാദം ഉണ്ടാക്കേണ്ട എന്ത് കാര്യമാണുള്ളത്, പൊതുവായി തൻ്റെ മണ്ഡലത്തിൽപ്പെട്ട ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ എന്ത് കാരണം കൊണ്ട് മരണം സംഭവിച്ചു, അല്ലെങ്കിൽ അവരുടെ ക്രിമിനൽ ആക്ടിവിറ്റി എന്തുമായിക്കൊള്ളട്ടെ, അവരുടെ വീട്ടുകാർ വേദനിക്കുകയും വിഷമിക്കുകയും ചെയ്യുന്നുണ്ട്, അവരിൽ മിക്കവരും ഇടതനുഭാവികളും ഒക്കെയാണ്, അങ്ങനെയുള്ള ആളുകളെ കണ്ട് ആശ്വസിപ്പിക്കുന്നു എന്നത് മാത്രമേ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളൂ. അതിനെ വിമർശിക്കുന്നതിൻ്റെ യുക്തി എന്താണെന്ന് മനസ്സിലാകുന്നില്ല. പോയി അത് സാധാരണഗതിയിൽ ചെയ്യുന്നത് പോലെ അവിടെ പോയി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുക മാത്രമാണ് ചെയ്തത്, അതിൽ വിവാദത്തിന് സ്കോപ്പൊന്നുമില്ല എന്ന് പറയാൻ ശ്രമിക്കുന്നു. പക്ഷേ അപ്പോഴും ഇത് വെറും ഒരു ബോംബ് സ്ഫോടനത്തിന് അപ്പുറത്തേക്ക് തിരഞ്ഞെടുപ്പ് കാലത്തെ ഒരു രാഷ്ട്രീയ ബോംബായി കൂടി മാറുന്നുണ്ട്. UDF-ഉം NDA-യും ഒക്കെ അതൊരു പ്രധാനപ്പെട്ട ക്യാമ്പയിനും തിരഞ്ഞെടുപ്പ് വിഷയവും ഒക്കെ ആക്കി മാറ്റുന്നുണ്ട്. അവിടെ തന്നെ പാനൂരിലടക്കം വടകരയിലെ വിവിധ കേന്ദ്രങ്ങളിലൊക്കെ ഇത് പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ചർച്ചയാക്കി ഇതിനകം മാറ്റുന്നുണ്ട്. ഇത് തിരഞ്ഞെടുപ്പ് കാലം ക്രമസമാധാന നില തകർക്കുക, എതിരാളികൾക്ക് കേസിൽ ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്, പാർട്ടിക്കാർക്ക് ബന്ധമില്ല എന്ന് പ്രതിരോധം തീർത്ത് CPM ഒരു ഭാഗത്തേക്ക് മാറി നിൽക്കുന്നുണ്ട്. അതിനിടയിൽ ഈ മരിച്ച ഷെറിന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തത് വിവാദമാക്കേണ്ടതില്ല എന്ന് KP മോഹനന്റെ പ്രതികരണവും വന്നിരിക്കുന്നു. സജോ ദേവസ്യാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകി.